അന്നത്തെ അത്ര വലുതല്ല, പക്ഷെ എന്നാലും വലിയൊരു ബ്രേക്ക് ആയിട്ടുള്ള തിരിച്ചുവരവാണ്. അതിനോ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നില്ല, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ച് കാര്യങ്ങൾ മഴ എല്ലാം കൂടി കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റിലായി. ഞാൻ ബാക്ക് ടു ന്യൂ വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്കറിയാം നിങ്ങൾ കുറേ പേര് ബുദ്ധൻ്റെ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഈഗർലി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ അതല്ല, കാരണം ഞാനത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്ന് മൺഡേ അല്ലേ, അപ്പം ട്യൂസ്ഡേ വെനസ്ഡേ എന്തായാലും ബുദ്ധൻ്റെ പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീഡിയോ ചെയ്തു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പെയിൻറ്റിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബോട്ടിൽ ആർട്ട് വർക്ക് മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബോട്ടിൽ ആർട്ട് വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, ട്യൂട്ടോറിയൽ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പം അതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ടെയിൽസ് ബൈ ടിനു എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സ് കണ്ടത്. അതായത് ബോട്ടിൽ ആർട്ട് വർക്കിനുള്ള സബ്സ്ക്രിപ്ഷൻ ബോക്സ്. അപ്പം എന്താണ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്, എനിക്ക് എന്താ സാധനം ഞാനും വിചാരിച്ചില്ല കേട്ടോ ഇത് കേട്ടപ്പോൾ എന്താണത് എന്ന്. അപ്പം ഞാനതൊന്ന് വാങ്ങി നോക്കിയിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മുടെ ബോക്സ്. ഈ ഒരു കണ്ടീഷനിലാണ് അത് എത്തിയത്. ഇത് കണ്ടിട്ട് ഇത് തന്ന ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നല്ല വിഷമാവും. നല്ല സ്ക്വയർ ബോക്സ്, ലഗേജിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു ചമ്മന്തി പരിവായിട്ടുണ്ട്. അതിൻ്റെ ഉള്ള സാധനമൊന്നും ഡാമേജ് ആവരുതെന്നാണ് എൻ്റെ ഏക പ്രാർത്ഥന. പക്ഷെ ഞാനിത് ഓൾറെഡി പൊളിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, നല്ല സേഫ് ആണ്. അവർ അത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇതിനെ പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. എനിക്കൊന്നും അവർക്ക് ഓൾറെഡി അറിയായിരുന്നു എന്ന് തോന്നുന്നു ഇതിങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്ക് ഈ ഒരു കോലത്തിലാവും എന്നുള്ളത്. അപ്പം അവർ ശരിക്കും നല്ല രീതിയിൽ പ്രൊട്ടക്ട്, ഒരുപാട് കോട്ടും ലെയറൊക്കെ വെച്ചിട്ട് അവർ ശരിക്കും നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് സാധനം അയച്ചിരിക്കുന്നത്. ഇത് ഞാൻ പൊളിച്ചെടുക്കാൻ വേണ്ടി, അതായത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ലെയർ ഓരോന്നും പൊളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 7 മിനിറ്റാണ് എടുത്തത്. ആദ്യം ഇതിനൊരു പ്ലാസ്റ്റിക് വാട്ടർ പ്രൂഫ് പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ത്രൂ ഔട്ട്. അതിനുശേഷം കുറേ ലെയർ ബട്ടർ പേപ്പർ ആണെന്ന് തോന്നുന്നു, അതുപോലത്തെ ഒരു ഷീറ്റ്, എന്താണെന്നറിയില്ല ഷീറ്റ് എന്താണെന്ന് എനിക്കറിയാം, ഒരു 3-4 ഇത് ലെയർ ആയിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം കാർഡ്ബോർഡ് ബോക്സ് ഫുള്ള് സൈഡ് മൊത്തം ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോമിലാണ്, അങ്ങനെയാണ് ഇതിൻ്റെ ബോക്സിങ് വന്നിട്ടുള്ളത്. ശരിക്കും ഇത് റെക്റ്റാങ്കിൾ ബോക്സ് ആണ് കേട്ടോ. അത് ചതുങ്ങിയിട്ട് ഇങ്ങനെ പോയത്. അതിൻ്റെ ഉള്ളിലാണ് മെറ്റീരിയൽസ് ഉള്ളത്. മെറ്റീരിയൽസിനെ പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. 599 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്നോട് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും ഇവർ വാങ്ങിയിട്ടില്ല. എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് അധികം മെറ്റീരിയൽസും ഉണ്ട് ഈ ഒരു റേറ്റിൽ. പിന്നെ എന്താ, നമ്മളിപ്പോൾ നോർമൽ ഒരു മെറ്റീരിയൽ വാങ്ങാൻ പോകണത് ഇതൊന്നും ഒരൊറ്റ ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. പല ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങി തപ്പി നടന്നിട്ടൊക്കെ നമുക്ക് മെറ്റീരിയൽ ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ എക്സ്പെഷ്യലി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം അധികം പുറത്തൊന്നും പോകാൻ പറ്റാത്ത കൊണ്ട് ഇതെനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഓൺലൈൻ ത്രൂ വാങ്ങാന്നുള്ളത്. ഞാൻ ഇവരുടെ നമ്പർ ഇതിൻ്റെ കൂടെ ഇവിടെ തന്നെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് ആഗ്രഹം, ബോട്ടിൽ ആർട്ട് അങ്ങനത്തെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കട്ടെ. കുറേ അധികം സാധനം ഉണ്ട്, എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ പാക്ഡ് ആണ്, ഫുൾ കംപ്ലീറ്റ്. ഓരോ സാധനത്തിനും നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഞാൻ പൊളിച്ച് നോക്കട്ടെ. പേപ്പർ കവറിലും ഇതിലൊക്കെ ആയിട്ട് കുറേ എണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ പൊളിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓരോന്നും എത്ര എണ്ണം ഉണ്ട്, എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഇതൊന്നൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. സംഭവം ഞാൻ ഓൾറെഡി പൊളിച്ച് നോക്കി കണ്ടിട്ടാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, നല്ല അടിപൊളി കിറ്റാണ് കേട്ടോ. എന്താ പറയുക, ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണം, കുറച്ചിങ്ങനെ ടൈപ്സ് ഓഫ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സൂപ്പർ കിറ്റാണ്. അപ്പം അങ്ങനെ വാങ്ങണം താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ബിഗിനർ ലെവലിൽ നിൽക്കുന്നവർക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ബാക്കി അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി വീഡിയോയും കൂടി കാണുക. അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇനി ഇൻ കേസ് എനിക്ക് തോന്നുന്നു അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും യു ക്യാൻ ജസ്റ്റ് ആസ്ക് എന്ന് തോന്നുന്നു. പക്ഷേ ഇതാണ് അവർ നോർമൽ സെറ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്.
അവർക്ക് ഇതിന് പുറമെ വേറെയും സെറ്റുകളുണ്ട്, കിറ്റുകളുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാക്കറ്റ് ഇതാണ്. ഇതിനകത്ത് കുറച്ച് സ്റ്റെൻസിൽസ് പോലെയുള്ളതാണുള്ളത്. ഇതാ ഇങ്ങനെയാണ് അത് കാണാൻ. അതിങ്ങനത്തെ ഷേപ്പ് സ്റ്റെൻസിലുകൾ. പിന്നെ ഇതാ ഓരോ പാറ്റേൺ ആണ്. ഇപ്പോൾ തീരെ എന്താ പറയുക വരയ്ക്കാമെന്ന് അറിയാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ ഇത് വെറുതെ സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് വരുന്നുള്ള രീതിക്ക് കുറേ അധികം ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. കുറേ അധികം പാറ്റേൺസ് ഉണ്ട്. ഇതെന്താ അപ്പം ഇത്രയും സ്റ്റെൻസിൽസ് ഉണ്ട് ഈ സെറ്റിൽ. പിന്നുള്ളത് വേറൊരു പാക്കറ്റ് നമ്മളിങ്ങനെ ഒളിച്ചു നോക്കിയതിൽ ഡെക്കോപ്പേജ് ടിഷ്യൂസ്. ദിസ് ഈസ് ലൈക്ക് ലിറ്ററലി മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു ഷീറ്റേ ഉള്ളൂ അല്ലേ വെച്ചാൽ ഒരു കുറച്ച് എന്താ പറയുക വലിയ ഷീറ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ട്. ഇങ്ങനത്തെ 1-2 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായനെ. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പാറ്റേണിൻ്റെ ഒരു ഡെക്കോപ്പേജ് ടിഷ്യൂ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പാറ്റേൺ ഉണ്ട്. ഇവിടെ കുറേ ഹാർട്ട്സ് ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് ലീഫ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ 1 2 3 4 5 6 7 8 ടിഷ്യൂസാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദേ ആർ ലൈക്ക് ലിറ്ററലി വെരി ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി ഇത് റോസ് പാറ്റേൺ, ഫ്ലോറൽ പാറ്റേൺ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഒരു പോക്കറ്റിലുള്ളത് ഇതുപോലത്തെ കൊച്ചു ഫ്ലവേഴ്സ് ആണ്. ഇങ്ങനത്തെ 13 എണ്ണം ഉണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫ്ലവേഴ്സ് 13 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ. പേപ്പറാണെന്ന് തോന്നുന്നു ബാക്കിലോട്ടിക്കുന്നതിലൊന്നും. എൻ്റെ ഒരു ഇതിൻ്റെ ഒരു ബോ ഉണ്ട് തലയിൽ വെക്കുന്ന റെഡ് കളറുള്ള. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ഫോട്ടോസിൽ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതാ ഇങ്ങനത്തെ കുറച്ച് സ്ട്രിപ്പുകളുണ്ട്. ഇതെന്താ ഫോംഡ് സ്ട്രിപ്സ് ആണെന്ന് തോന്നുന്നു. ഇവർ ലിസ്റ്റ് തന്നിട്ടില്ല കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിലുള്ളതെന്നുള്ള. അന്ന് വാങ്ങാൻ വേണ്ടി ചോദിച്ചപ്പം അവർ അയച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു സെറ്റിൽ അവർക്ക് ഒരു ലിസ്റ്റും കൂടി അയക്കായിരുന്നു എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പം ഇങ്ങനത്തെ ഫോം സ്ട്രിപ്പിൻ്റെ കുറേ എണ്ണം ഉണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ട്? ലെറ്റ്സ് കൗണ്ട്. 1 2 3 4 5 റെഡിൻ്റെത്. 1 2 3 4 എണ്ണം സിൽവർ. എല്ലാം ഒരേ ലെവലല്ല. 5 റെഡിൻ്റെത്, 4 സിൽവറിൻ്റെത്, 5 ഗ്രീനിഷ് ബ്ലൂ, അതായത് പേൽ എമറാൾഡ് കളർ ആ ഒരു കളറിൽ. ഇങ്ങനത്തെ 3 കളറിൻ്റെ ഫോം സ്ട്രിപ്സ് ഉണ്ട്. ഇതിൽ പ്രിറ്റി നീറ്റ്. പിന്നെ ഉള്ളത് കുറച്ച് റിബൺസ് ആണ്. 2 കളർ റിബൺസ്. അത്യാവശ്യം നീളമുണ്ട്. കൈൻഡ് വെരി ലോങ്. ഇത് നമ്മൾ സാറ്റിൻ റിബൺ അല്ലാന്ന് തോന്നുന്നു. ഇത് നമ്മൾ നോർമൽ സാറ്റിൻ റിബൺ അല്ല, മറ്റേ ഗിഫ്റ്റിൻ്റെ മുകളിലൊക്കെ വരുന്ന പയ്യപ്പ് റിബൺ ഇല്ല, അങ്ങനത്തെ റിബണാണ് കേട്ടോ. അതിൻ്റെ വേറൊരു കളർ, നല്ല 2 കളറുകൾ, ഗ്രീനും യെല്ലോവും. പിന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു ചാമ്പോട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചാമ്പോട്ടിൽ. ഇതിനകത്ത് ഓരോ ചെറിയ ചെറിയ ആർട്ട് ചെയ്യാൻ, മിനി ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഗ്ലിറ്റർ പോലത്തെ പിങ്ക് കളർ ഗ്ലിറ്റർ. എനിക്ക് ഈ കളർ ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല പേഴ്സണൽ ഇതാട്ടോ. പക്ഷേ എന്താ പറയുക, നല്ല കളറുണ്ട്. സാൻഡ് പോലത്തെ ഗ്ലിറ്ററാണ്, കുറച്ച് വലുതല്ല, ഭയങ്കര മിനി ടൈപ്പ് ഗ്ലിറ്ററാണ്. പിന്നെ ഈ കളർ എല്ലാത്തിനുമായിട്ട് മാച്ച് ആവുന്നതിനെ കൊണ്ടായിരിക്കും. പക്ഷേ ഐ വുഡ് പ്രിഫർ സിൽവർ ആൻഡ് ഗോൾഡ്. പിന്നെ അത് അവൈലബിലിറ്റി അനുസരിച്ചിട്ടില്ല അല്ലേ, അവരുടെ ഒരു ഇതനുസരിച്ച് ഈ ഒരു സെറ്റിൽ ഇങ്ങനെയൊരു സാധനമുണ്ട്. പിന്നെ ഒരു ഗ്ലൂ ഉണ്ട്. നമ്മളിപ്പോൾ നോർമൽ ഇതിന് കിട്ടുന്ന എത്ര, ഇതിന് 10 രൂപേൻ്റെ വരാൻ തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്ലൂ അവർ സെറ്റിൽ വെച്ചു. അപ്പോൾ അവർ കംപ്ലീറ്റ് സെറ്റ് നമുക്കത് ചെയ്യാനുള്ള, നമ്മളിൽ കുറച്ച് ബോട്ടിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ ചെയ്യാനുള്ള കംപ്ലീറ്റ് സെറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നന്നായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി അടുത്ത സാധനം വാങ്ങാൻ വേണ്ടി നമുക്ക് ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഫാബ്രിക് ആയിട്ട് ഒരു ചെറിയ സെറ്റ്, ആക്രിലിക് കളേഴ്സിൻ്റെ സെറ്റ് അവർ വെച്ചിട്ടുണ്ട്. ദിസ് ബോട്ടിൽ സെറ്റ് ഇസ് വെരി ക്യൂട്ട്. ചെറിയ കൊച്ചു ബോട്ടിൽസ് ആയിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഫെവിക്രിലിൻ്റെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ക്യാമലിൻ്റെ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പോസ്റ്റർ കളേഴ്സിൻ്റെ ഉണ്ട് അതേപോലെ ഇങ്ങനെ ഒരു സെറ്റ്. പക്ഷേ ദീസ് ആർ വെരി ക്യൂട്ട് ബോട്ടിൽസ്. ഈ പെയിൻറ്റ് തീർന്നിട്ട് ഈ ബോട്ടിൽസ് എനിക്ക് വേണം. ഞാൻ ബോട്ടിൽസിലാണ് കണ്ടുവച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് 6 കളേഴ്സ് ഉണ്ട്. 6 കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ
ലെറ്റ്സ് സീ ഇറ്റ്സ് ബ്ലാക്ക്, ലെമൺ യെല്ലോ, സാബ് ഗ്രീൻ, വൈറ്റ്, ക്രിംസൺ, അൾട്രാമറൈൻ ബ്ലൂ, ഇങ്ങനെ 6 കളേഴ്സുള്ള സെറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിന് ബിഗിനേഴ്സിന് ആക്രിലിക് പെയിന്റിംഗ് പഠിക്കാനുള്ള ബിഗിനേഴ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിന് 90 rupees ആട്ടോ റേറ്റ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പെയിന്റ് ബ്രഷ് അവർ വെച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ഗ്രിപ്പ് സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ട് ഫാബ്രിക് ആസിലിൻ്റെ ആണ്, ഫാബ്രിക് ആസിലിൻ്റെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്. പിന്നെ അറോറ എന്ന് പറയുന്ന സിന്തറ്റിക് ഫോർ വാട്ടർ കളർ ആൻഡ് ആക്രിലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് ബ്രഷും ഉണ്ട്. നല്ല റൗണ്ട് ബ്രഷാണ് കേട്ടോ. പിന്നെ ഒരു പാക്ക് ടിഷ്യൂ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം അവർ നമ്മളെ പറ്റിച്ചതാണ് അല്ലയോ എന്നുള്ളത്. മിക്കതിൻ്റെയും റേറ്റ് ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ലല്ലോ ഏതാണ് വാങ്ങേണ്ടത്, എന്താണ് വാങ്ങേണ്ടത്. അപ്പം ഈ ഒരാൾ നമുക്ക് അങ്ങനെ വാങ്ങി തരുമോ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. പിന്നെ കുറച്ച് സ്പോഞ്ച് ഉണ്ട്. സ്പോഞ്ച് നമുക്ക് ഭയങ്കര ആവശ്യമാണല്ലോ ബോട്ടിൽ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പുറത്തേക്ക് എടുക്കണ്ടല്ലോ. ഇത് 6 pieces ഉണ്ട്. അത്യാവശ്യം നമുക്ക് കുറച്ച് ബോട്ടിൽ ആർട്ട് വർക്ക്സ് ചെയ്യാം. ഇതിന് കുറച്ചും കൂടി വേണം നമുക്ക് ചെറുതാക്കാം. ഓക്കെ, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരാ ഒരു മെറ്റീരിയൽ ചോയ്സുകൾ. ഇങ്ങനത്തെ ഒരു ജൂട്ടിൻ്റെ ഇതുണ്ട്. ഇത് ജൂട്ടല്ല, ജൂട്ടിൻ്റെ കളർ പോലെ ഉണ്ട്. എന്ത് സ്ട്രിപ്പാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ജൂട്ട് ഉണ്ട്. ജൂട്ട് ബോട്ടിലിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ് അതിന് കിട്ടുന്ന ഒരു റിസൾട്ട്. ഇത് ഞാൻ ഇപ്പം ചെയ്തതല്ല, കുറേ മുന്നേ ചെയ്തതാണ്. ഇത് പക്ഷേ വേറൊരു സൈസ് ജൂട്ട് ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ ചെയ്തതാണ്. ബോട്ടിൽ മുകളിൽ ജൂട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് പക്ഷേ അതിൻ്റെ വേറൊരു കളറ്. പിന്നെ ഇങ്ങനത്തെ 2 ഇത് എന്ത് ത്രെഡാണ്, പേപ്പർ ത്രെഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ എൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു, പേപ്പർ ത്രെഡാണെന്ന് തോന്നുന്നു. അപ്പോൾ പേപ്പർ ത്രെഡിൻ്റെ 2 കളർ ഇതേപോലെ എന്താണ് അവിടെ കുഞ്ഞാറ്റ് ഇവരെ കൊച്ചി മുടിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 2 ത്രെഡിൻ്റെ ഇതുണ്ട്, 2 കളേഴ്സ്. ഫൈനലി നമുക്ക് കുറച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഇത് ആഡ് ചെയ്ത് ശരിക്കും നന്നായി. ഇനി ഇത് വാങ്ങാനായിട്ട് നമ്മൾ പോകണ്ടേ, അല്ലെങ്കിൽ ക്ലേ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനായിട്ട് പോകണ്ടേ, അതും അവർ ഈ സെറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് ഒക്കെ നെയ്യും ഇഷ്ടം എൻ്റെ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക കുറച്ചൊന്നും ചെയ്യാനുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് അവർ തന്നിട്ടുണ്ട്. തീരെ കുറച്ചൊന്നല്ല അവർ തന്നത്. ഫൈൻ, ഇപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയില്ലല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ കംപ്ലീറ്റ് സെറ്റ്. ഇനി അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ചില സാധനങ്ങൾ വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും അവരോട് പറയാം. അപ്പൊ അവരുടെ നമ്പർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അവരെ ഇത് കാർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. സോ കാർഡിൽ ഇവരുടെ അതർ പ്രൊഡക്ട്സ് ആണ് പറയുന്നത്. അപ്പം ഒന്ന് പേപ്പർ ക്രാഫ്റ്റിന്റെ ബോക്സ് ഉണ്ട് അവരിൽ. അത് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഐ ഹാവ് നോട്ട് സീൻ. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഡ്രീം ക്യാച്ചർ കിറ്റ്, ഇതൊക്കെ എനിക്ക് ഒന്ന് പുതിയൊരു ബിഗിനർ എന്ന രീതിക്ക് എന്താണ് വാങ്ങേണ്ടത്, എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് അറിയാത്തവർക്ക് ഇത് ഭയങ്കര ഹാൻഡി ആയിരിക്കും. ഇങ്ങനൊരു സെറ്റ് ഒരാൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒന്നും റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇവരെ തന്നെ എന്തൊക്കെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് യു ക്യാൻ അപ്രോച്ച് ത്രൂ ദിസ് നമ്പർ. പിന്നെ ജ്വല്ലറി മേക്കിംഗ് കിറ്റ് ഉണ്ട്, ക്യാൻഡിൽ മേക്കിംഗ് കിറ്റ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല ക്യാൻഡിൽ മേക്കിംഗ് കിറ്റ്. പിന്നെ ഡെക്കോപേജ് വർക്ക് കിറ്റ്. അപ്പം ഇത് ഇപ്പം ട്രെൻഡി ആയിട്ടുള്ളതും കുറേ ആൾക്കാർക്ക് ചെയ്യണം താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കുറേ പേര് എന്താ പറയുക ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ കിഡ്സ് സ്പെഷ്യൽ മിനി കിറ്റ്, കുട്ടികൾക്കായിട്ടുള്ള കിറ്റ് ഉണ്ട്. അപ്പം ആർട്ടിന് പറ്റിയ ഒരു ഐഡിയ ഇല്ലാത്ത പാരൻസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു കിറ്റ് അവർക്കുണ്ട്. പിന്നെ ടെറാക്കോട്ട ഓർണമെന്റ് മേക്കിംഗ് കിറ്റ് അതുകൊണ്ട് അത് ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ടെറാക്കോട്ട മെറ്റീരിയലും മറ്റേ പേപ്പർ ഫില്ലിങ് ജ്വല്ലറീസ് ഒക്കെ. അപ്പം ടെറാക്കോട്ടന്റെ ഒരു കിറ്റ് ഉണ്ട്. പിന്നെ ഇൻട്രൊഡ്യൂസിങ് അവർ ന്യൂ അപ്കമിങ് പ്രൊഡക്റ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ബോക്സ് ഉണ്ട്. സെയിൽ സ്റ്റാർട്ട്സ് ഫ്രം നവംബർ ഓൺവേർഡ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ കാർഡിലുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതുപോലെ ഒരു കാർഡ് അവർക്ക് ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടി ഇടായിരുന്നു, അവരത് ഇട്ടിട്ടില്ല. കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം എന്താ പറയാ, എനിക്ക് ഇതിനകത്ത് എല്ലാ മെറ്റീരിയൽസിന്റെ പേരും അറിയില്ല. അപ്പം അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അവരങ്ങനെ ഒരു സെറ്റും കൂടി തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. അത് പക്ഷെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു പിന്നെ ഞാൻ നോക്കിയാൽ എനിക്ക് ലിസ്റ്റ് അയച്ചെന്ന മെറ്റീരിയൽസുള്ള എല്ലാ മെറ്റീരിയൽസും അവർ തന്നിട്ടുണ്ട്. അവരൊന്നും മിസ് ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവർ അതേപോലെ തന്നതിനകത്ത് എല്ലാ നല്ല രീതിക്കാണ് റീച്ച് ആയത്, ഒന്നും പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് തിങ്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യേണ്ട, ഒന്നും ചെയ്യാണ്ട് തന്നെ വീട്ടിൽ മെറ്റീരിയൽ ഒന്നും വാങ്ങാൻ പോകണ്ട, നല്ലതാണോ നോക്കണ്ട, ഒരാൾ നമുക്ക് നോക്കി വാങ്ങി തന്നു.
അപ്പൊ അതിനുള്ള ചാർജ് നമ്മൾ പേ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഓരോ വീഡിയോസിലും ഇതിനകത്ത് ഓരോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ക്രാഫ്റ്റ് ആയിട്ട് ബോട്ടിൽ ആർട്ട് വർക്ക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇനി പക്ഷെ ഇതിന്റെ അടുത്ത വീഡിയോ ഇതിന്റെ ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിരിക്കില്ല. നമുക്ക് ആ ബുദ്ധന്റെ പെയിന്റിങ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ ഇട്ട് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കി ഞാൻ ഇട്ട് തന്നതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് കുറെ അടിപൊളി ബോട്ടിൽ ആർട്ട് വർക്ക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.